ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തതിന്റെ പേരിൽ നമുക്കൊരു അവാർഡോ അനുമോദനമൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ അതൊട്ടും ചെറിയ കാര്യമല്ല. ഞാൻ ഓരോ അവാർഡ് വാങ്ങുന്ന സമയത്തും ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ ഒരു ഇൻഫ്ലുവൻസർ ജേണി ഒരിക്കലും എളുപ്പമല്ല. എന്റെ ലൈഫിലെ ഏറ്റവും പീക്കസ്റ്റ് മൊമെന്റിലാണ് ഞാനൊരു ഇൻഫ്ലുവൻസർ ആയിട്ട് മാറുന്നത്. സത്യം പറഞ്ഞാൽ അത് എന്റെ ഒരു ഏറ്റവും വലിയൊരു ആവശ്യകതയും കൂടിയായിരുന്നു. പിന്നെ ഇന്നത്തെ നമ്മളെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ICC എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിന്റെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറും കൂടെയാണ് ഞാൻ. സോ അതിന് ഭയങ്കര പ്രൗഡ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, സോ ഇന്നത്തെ പ്രോഗ്രാം നമ്മുടെ ക്യാപ്കോണിന്റെ കീഴിൽ, ക്യാപ്കോൺ ഇവന്റ്സിന്റെ കീഴിൽ ICC നടത്തുന്ന ഒരു വലിയൊരു പ്രോഗ്രാമാണ് ഇന്ന് നമ്മളെ കാലിക്കറ്റ് നടന്നിരുന്നു കേട്ടോ. കാലിക്കറ്റ് ക്യാപ്കോൺ സിറ്റിയിൽ വെച്ചായിരുന്നു ഈ ഒരു പ്രോഗ്രാം ഉണ്ടായത്. സോ ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡിന്റെ പാർട്ട്ണറായിട്ട് ഷെഫ് പിള്ളയായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഇവന്റ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായി. നമ്മുടെ ബിബിൻ ജോറും മന്ത്രിമാരും എല്ലാവരും ഉണ്ടായിരുന്നു. സോ എനിക്ക് ഏറ്റവും വലിയ ഒരു എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു അൾട്ടിമേറ്റ് ഡ്രീം പോലെ ഈ ഒരു ആക്ടറിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് അവാർഡ് വാങ്ങാൻ പറ്റി. അതും 2025 ബെസ്റ്റ് ക്രിയേറ്റർ അവാർഡ്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ഇതേപോലെ ഒരുപാട് പ്രമുഖരായിട്ടുള്ള, നിങ്ങൾ ഫേസ് വാല്യൂ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടും കുഞ്ഞാപ്പ, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഫുഡിങ് സെക്ഷനിലോട്ട് പോയി. ഷെഫ് പിള്ളേൻ്റെ ഫുഡ് ആയതുകൊണ്ട് എനിക്ക് യാതൊരു ടെൻഷനും ഇല്ലായിരുന്നു കേട്ടോ ഫുഡിൻ്റെ കാര്യത്തിൽ. അത്രയ്ക്കും കിഡിലൻ ഫുഡാണ്. പിന്നെ ഈ മച്ചാനെ അറിയാത്ത ഒരു മനുഷ്യന്മാരും നമ്മുടെ കേരളത്തിൽ ഉണ്ടാവില്ല കേട്ടോ. അത്രയും കേരളക്കാരെ മനം കവർന്ന ഒരാളാണ്. സോ പിന്നെ നമ്മളിതാ ഷെഫ് പിള്ളേൻ്റെ ഡെസേർട്ട്സ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പായസവും ഡെസേർട്ടൊന്നും ഒരു രക്ഷയില്ല, കിഡിലൻ ടേസ്റ്റാണ്. പിന്നെ ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന താരങ്ങളാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അങ്ങനെ അവരൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഈവനിങ് ഒക്കെ ആയ സമയത്തേക്ക് നമ്മുടെ ഷെഫ് പിള്ളേൻ്റെ ചായ റെഡിയാണ്. എല്ലാ ഐറ്റംസും നല്ല കിഡിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചായ നോക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മുടെ മന്ത്രി റിയാസ്ക കയറി വരുന്നത് കേട്ടോ. അങ്ങനെ ആളോടൊക്കെ ടാറ്റൊക്കെ കാണിച്ച് നമ്മൾ വീണ്ടും ചായ സെക്ഷനിൽ ഇരുന്നത് ആ ചായ അടിക്കുന്ന ചേട്ടനെ നോക്കിയിരിക്കുകയും നല്ല അടിപൊളിയായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ചായ അടിക്കുന്ന കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. കുറേ നേരം അത് നോക്കിയിരുന്ന്, കുറേ നേരമല്ല, നമുക്ക് ക്യൂ ആണ്, അത്യാവശ്യം ആൾക്കാരുണ്ടല്ലോ. പിന്നെ അവിടുത്തെ സ്പെഷ്യൽ കടികളൊക്കെ കഴിച്ചത് എൻ്റെ ഒരു ടീം ഷൂട്ടിന് വേണ്ടി പുറത്തോട്ട് ഇറക്കിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുള്ള് ഡാൻസും പാട്ടും സ്റ്റേജൊക്കെ ഇളകി മറിയായിരുന്നു ഗൈസ്. അത്രയ്ക്കും തകർപ്പൻ പ്രോഗ്രാമായിരുന്നു. പിന്നെ അജൂട്ടനെയും കുറച്ചു നേരം കളിപ്പിച്ചതിന് ശേഷം നേരെ നമ്മൾ വീട്ടിലോട്ട്. അത്രയേ ഉള്ളൂ. ബായ്.